രാഹുൽ, ഒരു പത്മ അവാർഡ് ഡിക്ലറേഷനോട് കൂടി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് അല്ലേ? ഇപ്പോൾ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടുന്നു. അതിനുശേഷം NSSും SNDPയും തമ്മിലുള്ള ഐക്യം വിടുന്നു. ഇപ്പോൾ NSSന്റെ ജനറൽ സെക്രട്ടറി ആയ സുകുമാരൻ നായർ പറയുന്നത്, എനിക്ക് ഇത് പത്മഭൂഷൺ ഒന്നും വേണമെന്നൊന്നും ഇല്ലായിരുന്നു, എനിക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴേ വാങ്ങി, എനിക്ക് എപ്പോഴേ കിട്ടിയേനെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഈ ഐക്യത്തിന്റെ കൂട്ടുവെട്ടിയതിനെ പറ്റി പറയുന്നത് അദ്ദേഹത്തിന് പല കാരണങ്ങളിൽ വിയോജിപ്പുണ്ടായിരുന്നു, അത് പത്മ അവാർഡുമായി ബന്ധമില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന പത്മ അവാർഡുമായി ബന്ധമില്ലെങ്കിൽ NSSും SNDPയും തമ്മിലുള്ള കൂട്ടുവിടാനുള്ള കാരണം എന്തായിരിക്കും? വർഷങ്ങൾക്ക് മുമ്പിട്ടാണ് ഇവര് ഐക്യപ്പെടാൻ വേണ്ടി പോയത്, വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടെ. അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇതിന് ഇടയിൽ ഇടങ്കോലിട്ടത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ആയതുകൊണ്ടാണ്, മുസ്ലിം ലീഗ് ഇടപെട്ടത് കൊണ്ടാണ് ഞങ്ങൾ തമ്മിലുള്ള ഐക്യം നടക്കാതെ പോയത് അന്ന് അങ്ങനെ പറഞ്ഞു. പക്ഷേ പിന്നീട് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അവര് ഐക്യപ്പെടാൻ വേണ്ടി ഒന്നിച്ച് തോളയിൽ കൈയിടാൻ വേണ്ടി പോയതാണ്. പക്ഷെ അതിന്റെ ഇടയിൽ വെച്ച് ഒരു വിഭാഗീയത ഉണ്ടാകുന്നു. ആ വിഭാഗീയതയെ പറ്റി NSS പറയുന്നത് അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, BJPയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് NSS പറയുന്നത്. SNDP പറയുന്നതോ അതൊന്നുമല്ല, മറ്റു ചില വിഷയങ്ങളാണ് എന്ന് തന്നെയാണ് SNDPയും പറയുന്നത്. അപ്പം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇവര് തുറന്നു പറയേണ്ടതുണ്ട്. പക്ഷേ ഇതിന്റെ ഇടയിൽ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വെള്ളാപ്പള്ളി നടേശന് കിട്ടിയിരിക്കുന്ന ഈ പുരസ്കാരം, ഈ പത്മ പുരസ്കാരം തന്നെയാണ് ഇവര് തമ്മിലുള്ള തോളേൽ കൈ പിടിച്ചു മാറ്റാൻ കാരണം. നിന്റെ കൈയിടലൊന്നും വേണ്ട, ഐക്യവും വേണ്ട, ഒരു ബന്ധത്തിന് ഞാനില്ല. അതെ, അങ്ങനെ പറഞ്ഞവര് അടിച്ചു പിരിയുന്ന രീതിയിലേക്ക് പോയി. അപ്പോ അടിച്ചു പിരിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് എന്തൊക്കെയോ രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ NSSന്റെ അധ്യക്ഷൻ പറയുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ വിചാരിച്ചെങ്കിൽ നേരത്തെ കിട്ടിയനെ, ഇപ്പോ ആരാണോ ഭരിക്കുന്നത് അവരുമായിട്ട് അടുത്ത് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തങ്ങൾക്ക് ഇത് കിട്ടും, എന്നിട്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റി വെച്ചേക്കുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്താണ്, താൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, തനിക്ക് തന്നു, താൻ സ്വീകരിച്ചു. ആലോചിച്ച് നോക്കണം, വെള്ളാപ്പള്ളിയൊക്കെ ആഗ്രഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന്, പത്മഭൂഷണുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന്, ആർക്ക് വേണതൊക്കെ എന്റെ പട്ടി പോയി മേടിക്കുന്നതൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് അത് ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ സുകുമാരൻ നായരുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. NSSും SNDPയും തമ്മിലുള്ള ഐക്യവുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളിൽ പറഞ്ഞയച്ചത് ഒരു BJP നേതാവിനെയാണ്. പറഞ്ഞയച്ചത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളിയുടെ മകനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ ഐക്യവുമായി ബന്ധപ്പെട്ട് അതിനൊരു ബഹുമാനം കൊടുത്തിട്ടില്ല, അതിനെ BJPയുടെ അജണ്ടയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളാണ് നേരിട്ടും അല്ലാതെയും ഒക്കെ സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെയാണ് പത്മ അവാർഡ്സിലും അദ്ദേഹം ആരോപിക്കുന്നത്. ഇതിൽ എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ തമാശയൊക്കെ പറയാം, പക്ഷെ ഇതിലൊരു വസ്തുതയുണ്ട്. BJPയുമായിട്ടുള്ള ഒരു ഒത്തുപോക്ക്, BJPയുടെ ഒരു ഹിഡൻ അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു ശരിയില്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്കറിയാം BDJS രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തുഷാർ വെള്ളാപ്പള്ളിയാണ് BDJS സ്ഥാപിച്ചത്. അത് SNDPയുമായിട്ട് അടുത്ത് നിൽക്കുന്ന സംഘടനയാണ് BDJS. അപ്പോൾ SNDP വോട്ടുകളിലേക്ക് BJPക്ക് കടന്നു കയറാൻ, അതായത് കേരളത്തിലെ ഹിന്ദുത്വ വോട്ടുകളിലേക്ക് BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നമ്മൾ വിഭാഗീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സംഘടന എന്ന് പറയുന്നത് NSS, SNDP, ഈ രണ്ട് സംഘടനകളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതലും ഇപ്പോ ഹിന്ദുത്വപരമായിട്ട് നിൽക്കുന്നതിനകത്ത് രണ്ട് സംഘടനകളാണ്. അപ്പോൾ ഇതിലേക്ക് ഇടിച്ചു കയറണമെങ്കിൽ ആദ്യം ഈ നേതാക്കന്മാരെ ചാക്കണം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് NSSന്റെ ആസ്ഥാനത്തേക്ക് പോയിട്ട് സുരേഷ് ഗോപി തന്നെ പലപ്പോഴും ഞാനും ജവിപൂടെയുള്ള നായരാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതും അതിലേക്ക് തന്നെ ഈ BJPയുടെ പല അംഗങ്ങളെയും കയറ്റാതിരിക്കുന്നതും അവര് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നും അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് സമദൂരം ബഹുദൂരം, അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിലപാടിന്റെ ശൈലി. പക്ഷെ അതിൽ നിന്നും ഇടയ്ക്ക് വിഭാഗീയത വന്നു. പിണറായി വിജയനുമായിട്ടാണ് ഞങ്ങൾ അടുത്ത് ചേർന്ന് പോകാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള കുറച്ച് വാർത്തകൾ വന്നു. എന്ത് തന്നെയാണെങ്കിലും BDJS ആണ് BJP, അതായത് BJP ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർന്നുകൊണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് BDJSനുണ്ട്. നമ്മൾ വിചാരിക്കും BDJSൽ വലിയ അണികളില്ല, അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടമില്ല, എന്തിനാണ് അങ്ങനെ ഒരു സംഘടന BJPയുടെ ഇപ്പൊ നാണക്കേടായിട്ടാണ് പല വാർത്തകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BDJSന് കൃത്യമായുള്ള പ്രാതിനിധ്യം കൊടുക്കുന്നില്ല, BDJSനെ അടുപ്പിക്കുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BDJS ഉണ്ടാക്കുന്നതിന് എനിക്കൊന്ന് 2016 കാലഘട്ടത്തിലാണ് BDJS ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BDJS കേരളത്തിൽ BJPക്ക് ഉണ്ടാക്കി കൊടുത്തൊരു സ്പേസ് ഉണ്ട്.
ഈഴവ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ടും ആ വോട്ടുകൾ തങ്ങളിലേക്ക് ഇന്ന് പണ്ട് BJP ആണ് എന്ന് പറയാൻ ചില ആളുകൾക്ക് മടിയായിരുന്നു. ആ മടി മാറ്റാൻ BDJS കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. BDJS ചേർന്ന് NDA ആയിട്ട് അവർ ഒന്നിച്ച് മത്സരിക്കുന്നു, ഒരുപാട് വോട്ട് ഷെയറുകൾ കിട്ടുന്നു. SNDP വോട്ടുകൾ BJP പോയത് പിന്നീട് BJP തന്നെ ആയി. അങ്ങനെ BJP കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി. പക്ഷേ NSS സംബന്ധിച്ച് അതിലേക്ക് ഇടിച്ചു കയറാൻ BJP കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും NSS ഒരു നിലപാട് എന്ന് പറയുന്നത് കുറച്ച് അകറ്റി നിർത്തുക എന്ന് തന്നെയായിരുന്നു എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില നേതാക്കന്മാരോട് മാത്രം ചില കാലങ്ങളിൽ NSS ചില താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസുമായിട്ടായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തലയുമായിട്ട് ചെറിയ അടുപ്പങ്ങളുണ്ടായിരുന്നു. പിന്നീട് ശശി തരൂരിലേക്ക് വരുന്ന കണ്ടു. പിന്നീട് അങ്ങനെ കുറച്ച് നേതാക്കന്മാരുമായിട്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ബന്ധം, അല്ലെങ്കിൽ NSS അടുത്ത് നിൽക്കുന്ന നേതാക്കന്മാർക്ക് മാത്രം. പക്ഷേ SNDP സംബന്ധിച്ച് അങ്ങനെയല്ല. SNDP ഏറ്റവും കൂടുതലും അടുത്ത് നിൽക്കുന്നത് BJP-യുമായിട്ടും സഖാവ് പിണറായി വിജയനുമായിട്ടാണ്. BJP-യുടെ ഏറ്റവും വലിയ SNDP-യുടെ ഏറ്റവും വലിയ നേതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ. നമ്മൾ കണ്ടിട്ടുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ തൊഴിൽ കൈയിട്ട് പോകുന്നു, അദ്ദേഹത്തിന് ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നതും ഒരുപാട് ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. പക്ഷെ അടുത്തിടെയായിട്ട് അദ്ദേഹത്തിന്റെ സംസാര ശൈലിയിലുള്ള ചില മാറ്റങ്ങൾ അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. കുറച്ച് എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെയാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. മുസ്ലിങ്ങളോട് എനിക്ക് എതിർപ്പൊന്നുമില്ല, മുസ്ലിം ലീഗിന്റെ വർഗീയതയോടെയാണ് എതിർപ്പെന്നൊക്കെ പറയുന്നത്. പക്ഷെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും പരാമർശങ്ങളും എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഒരു കൃത്യമായ ഇസ്ലാം വിരുദ്ധത പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഒരു ദേശത്തെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതിനെയൊന്നും ഒരു വിലക്കുന്ന നടപടി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെയാണ് നമ്മളത് വിമർശിക്കുന്നത്. അല്ല, ഈ നിലപാടുകൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ പത്മഭൂഷൺ അവാർഡ് കിട്ടിയത് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തില് BJP-ക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് വലിയൊരു സ്പേസ് ഒരുക്കാൻ അദ്ദേഹം എത്ര കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, എത്ര വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഈ വിവാദങ്ങൾ ആരും അതിൽ പിടിച്ചു പോകാഞ്ഞത് കൊണ്ട് അത് വലിയ വിഷയങ്ങളായിരുന്നെങ്കിൽ എന്തെല്ലാം സുവർണ അവസരങ്ങളായിരുന്നു കേരളത്തിൽ BJP-ക്ക് ഒരുങ്ങേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു അടിത്തറ അദ്ദേഹം പാകിയിട്ടുണ്ട്. ആ അടിത്തറയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പുരസ്കാരത്തിൽ ഏറ്റവും മഹനീയമായ ഒരു പുരസ്കാരം എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് SNDP-യുടെ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് അതിന് കിട്ടിയൊരു പ്രിവിലേജാണ്. എങ്ങനെയാണെങ്കിലും ഒരു അവാർഡ് ഒരു രാഷ്ട്രം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അത് ആദരിക്കും അദ്ദേഹത്തിനെ. അത് ആരാണെങ്കിലും, ഇപ്പോൾ അവാർഡ് കൊടുക്കുന്ന എല്ലാ ആളുകളും മോശപ്പെട്ട ആളുകളാണ് എന്നുള്ള അഭിപ്രായം കേരളത്തിലോ ഇന്ത്യയിലോ ആളുകൾക്ക് ആർക്കുമില്ല. അവർക്ക് അർഹത ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ വഴിയിൽ കിടക്കുന്ന ആരെങ്കിലും പിടിച്ച് അവാർഡ് കൊടുക്കുമോ? അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്, കേരളത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ നമുക്കറിയാം ഈ മതസംഘടനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടായ കാലം തൊട്ട് തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള സംഘടനകളാണ്. അപ്പോൾ ഒരുപാട് ചരിത്രം പറയാനുള്ള സംഘടനകളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് നയിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്കും അതിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടതുണ്ട്.